ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെ മൈക്രോഗ്രീൻസിനെ വളരെ ഈസിയായി വീട്ടിൽ ചെയ്തെടുക്കാമെന്നുള്ളതാണ്. കുറേ പേർക്കൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. ഇത് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്. വിത്ത് മുളപ്പിച്ചെടുക്കുന്നതിനെയാണ് മൈക്രോഗ്രീൻസ് എന്ന് പറയുന്നത്. ഇതിന് ഒരാഴ്ചത്തെ സമയം മാത്രം മതി മുളപ്പിച്ചെടുക്കാൻ. അതുപോലെ ഇത് നല്ല ന്യൂട്രീഷ്യസുമാണ്. നമുക്ക് ഏത് വിത്തിനെ വേണേലും ഇതുപോലെ മുളപ്പിച്ചെടുക്കാം. നമുക്കിത് മണ്ണിലും അതുപോലെ വെള്ളത്തിലും ഈസി ആയിട്ട് മുളപ്പിച്ചെടുക്കാം. അപ്പം ഞാൻ ഇന്നിവിടെ രണ്ട് പ്രോസസ്സും കാണിക്കുന്നുണ്ട്, വെള്ളത്തിലും അതുപോലെ മണ്ണിലും എങ്ങനെ ചെയ്തെടുക്കാമെന്നുള്ളത്. അപ്പം നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഞാനിവിടെ വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് കാണിക്കുന്നത്. അപ്പം വെള്ളത്തിൽ വളർത്താൻ വേണ്ടി ഞാൻ ഇതുപോലത്തെ 2 പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് എടുത്തിട്ടുണ്ട്. ഇത് സാധാരണ നമ്മൾ ഫുഡൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ ഒരു കണ്ടെയ്നറിൽ ഞാൻ ഇതുപോലെ നിറച്ച് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. റൂട്ട്സ് താഴോട്ട് ഇറങ്ങാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഹോൾസ് ആക്കി കൊടുക്കുന്നത്. താഴെയുള്ള കണ്ടെയ്നറിലാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിൻ്റെ മേളിലാണ് നമ്മൾ ഈ ഹോൾസ് ഇട്ടേക്കുന്ന ഈ കണ്ടെയ്നർ പ്ലേസ് ചെയ്യേണ്ടത്. ഇത് ഞാൻ കമ്പി ചൂടാക്കിയാണ് ഹോൾസ് ആക്കി കൊടുത്തേക്കുന്നത്. പിന്നെ മണ്ണിൽ വളർത്താൻ വേണ്ടി ഞാനൊരു സാധാരണ ഒരു പോട്ട് എടുത്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് മണ്ണ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് വളമൊന്നും ചേർത്ത മണ്ണല്ല, സാധാരണ മണ്ണാണ്. അതുപോലെ തന്നെ വേറൊരു സാധാരണ പ്ലാസ്റ്റിക് ഒരു ബോക്സും കൂടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തും കുറച്ച് മണ്ണിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ 3 എണ്ണത്തിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ മണ്ണെല്ലാം നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കാം. ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ഹോൾസ് ഇട്ടിരിക്കുന്ന ഈ കണ്ടെയ്നർ ആ വെള്ളത്തിലൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് മാത്രം നിന്നാൽ മതി. അതായത് ഹോൾസിൽ കൂടെ വെള്ളം മേളിലോട്ട് കയറി വരാതിരിക്കാൻ നോക്കണം. ഇനി നമുക്ക് വിത്തുകൾ പാകി കൊടുക്കാം. അപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് വൻപയറാണ്. നമുക്ക് ഏത് വിത്ത് വേണേലും ഇതുപോലെ പാകിയെടുക്കാം. നമുക്ക് ഈ പോട്ടിൽ ഇത് നിറച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വൻപയർ തന്നെയാണ് ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലിട്ട് കൊടുക്കുമ്പോൾ ഒത്തിരി നിറച്ചിട്ട് കൊടുക്കണ്ട, ജസ്റ്റ് ആ ഹോൾസ് ഉള്ള ആ ഏരിയയിലെല്ലാം ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഇതിൻ്റെ മേളിൽ മണ്ണിട്ട് കവർ ചെയ്യാം. കുറച്ച് വെള്ളം കൂടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മേളിൽ നമ്മളൊരു തുണി ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ പുറത്ത് നമ്മളൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഞാനിനി ഈ കണ്ടെയ്നറിൽ ഞാൻ ഉലുവയും അതുപോലെ കടുകുമാണ് ഇട്ട് കൊടുക്കുന്നത്.
സെയിം പ്രോസസ്സ് തന്നെ മണ്ണിട്ട് നമുക്ക് കവർ ചെയ്യാം. ഇനി കുറച്ച് വെള്ളം കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമുക്കിത് വീടിൻ്റെ അകത്ത് എവിടെ വേണേലും വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ വെച്ചേക്കുന്നത് കുറച്ച് സൺലൈറ്റ് കിട്ടാൻ വേണ്ടി വിൻഡോയുടെ അടുത്താണ്. നിങ്ങൾക്ക് എവിടെ കുറച്ച് വെളിച്ചം കിട്ടുന്നോ ആ ഒരു ഏരിയ നോക്കി വെച്ച് കൊടുത്താൽ മതി. അതുപോലെ തന്നെ രാവിലെയും വൈകിട്ടും നമ്മൾ വെള്ളം ഒഴിച്ച് ആ മണ്ണും അതുപോലെ ആ തുണിയെല്ലാം ഒന്ന് നനച്ചു കൊടുക്കണം. ഇതിപ്പോൾ സെക്കൻഡ് ഡേ ആണ്. സെക്കൻഡ് ഡേ ആയപ്പോഴത്തേക്ക് നമ്മൾ വെള്ളത്തിൽ വെച്ചതിൻ്റെ അകത്ത് ചെറുതായിട്ട് മുളകൾ കണ്ടു തുടങ്ങി. തേർഡ് ഡേ ആയപ്പോഴത്തേക്ക് നമ്മൾ പോട്ടിൽ വെച്ചതിൻ്റെ അകത്തും മുളയൊക്കെ വന്നു തുടങ്ങി. ഇനി ഈ ക്ലോത്ത് കവർ ചെയ്യേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നന്നായിട്ട് മുളയെല്ലാം വന്നിട്ടുണ്ട്. ഇപ്പോൾ വേരൊക്കെ താഴോട്ട് ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊടുക്കണം. ഫോർത്ത് ഡേ ആയപ്പോഴത്തേക്ക് ഇലകളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ അഞ്ചാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് ഇതാണ് സ്റ്റേജ്. അത്യാവശ്യം ഇലയെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആറാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് ഇലയെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മൾ പോട്ടിൽ വെച്ചതും അതുപോലെ വെള്ളത്തിൽ വെച്ചതിനെല്ലാം നല്ല ഗ്രോത്ത് തന്നെയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് 1 വീക്ക് മാത്രം മതി ഇത് നമുക്ക് വളർത്തിയെടുക്കാൻ. അപ്പം നമുക്ക് ഈ ആറാമത്തെ ദിവസം നമുക്കിത് കട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിലിടാം. അപ്പോൾ മണ്ണൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് വെള്ളത്തിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഗ്രോത്ത് രണ്ടും ഒരുപോലെ തന്നെയാണ്, വെള്ളത്തിൽ വെക്കുന്നതും അതുപോലെ മണ്ണിൽ വെക്കുന്നതും. ഞാൻ ഒരു ഡിഫറൻസും കണ്ടില്ല. എനിക്ക് രണ്ടും ഒരേപോലെ തന്നെയാണ് തോന്നിയത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം.